വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എനിക്ക് ഇടാവുന്നത് തന്നെയാണ്. നിങ്ങൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ ഇരുന്ന് കാണും. അതൊക്കെ കല്യാണം കഴിയാൻ 4 വർഷമായില്ലേ, പക്ഷെ ആ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ആ ഡ്രസ്സിന്റെ ഒരു കഥയും കൂടി പറയാണ്ട് ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ, നിങ്ങൾ ചെന്ന ഈ വീഡിയോ കാണും യൂസ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ ഈ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ. എന്നിട്ടും ചെറിയൊരു ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു കല്യാണത്തിന്. പരിപാടികൾ പങ്കെടുക്കാനൊന്നും പിന്നെ എനിക്ക് താല്പര്യമില്ലാണ്ട് ആയി തുടങ്ങി. എന്റെ ഡ്രസ്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്റെ സ്റ്റോറി ഇതാണ്. ഭാവിയിൽ ഒരുപാട് ഡ്രസ്സുകളൊക്കെ വരട്ടെ. അപ്പൊ നമുക്ക് പിന്നെ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ റൂമിലാണ് ഉള്ളത് കേട്ടോ. കുറെ ദിവസമായി ഇങ്ങനൊരു ഇൻട്രോ പറഞ്ഞിട്ട്. കാരണം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെയാണ് വീഡിയോ ചെയ്യല്. അപ്പൊ ഇന്ന് ഞാനിതാ ഇങ്ങനെയാണ് നമ്മുടെ റൂമിൽ ഇരുന്നിട്ടാണ് ഒരു ഇൻട്രോ പറയണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്വാഭാവികം നിങ്ങൾ നമ്മുടെ തമ്മനെ കണ്ടിട്ടാവും വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വീഡിയോ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരുടെയും പോലെ ആവണമെന്നില്ലല്ലോ നമ്മുടെ ഒരു ഡ്രസ് കളക്ഷൻ. അത് കാരണം നിങ്ങൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ ഇരുന്ന് കാണുക. ധ്യാനോട്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവനെ കിച്ചൺ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവൻ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കണ്ണേട്ട പോയേക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അലമാരൊക്കെ ഒതുക്കലും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അലമാര ഒതുക്കണതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഡ്രസ്സ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വെച്ചിരുന്ന ഡ്രസ്സ് കാണിച്ച് തന്നാലോ എന്ന് അങ്ങനെ വിചാരിച്ചു. ഒതുക്കണതിന്റെ മുന്നേ, അലമാരിക്ക് വെക്കണതിന്റെ മുന്നേ എന്തായാലും ഒക്കെ വലിച്ചിട്ടേക്കാണ്. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതൊക്കെ മടക്കി വെക്കാലോ വിചാരിച്ചു കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും സിമ്പിൾ ഡ്രസ്സൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സും, കാരണം രണ്ടും സെപ്പറേറ്റ് കാണിക്കണ അത്രക്കുള്ള വീഡിയോ ലെങ്ത് കാര്യങ്ങൾ അത്രക്കുള്ള ഡ്രസ്സും ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടും ഒരു വീഡിയോ ആക്കി ചെയ്യാം. എൻ്റെ ഡ്രസ്സ്, ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സുകൾ അങ്ങനെ കാണിച്ചു തരാലോ വിചാരിച്ചു. എനിക്കൊരു ജീൻസ് അമ്മ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു കറുപ്പ് ജീൻസും ഒരു നീല ജീൻസും ഉണ്ടാവും. അത് മസ്റ്റ് ആയിട്ട് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം കുറെ ടോപ്പുകളാണ് എനിക്കുള്ളത്. എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ചെങ്ങ അതിനമ്മ മേശായ ടോപ്പുകൾ വാങ്ങി തരും. അപ്പൊ എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും ഉണ്ട് ചെങ്ക അമ്മ ടോപ്പുകൾ എനിക്ക് വാങ്ങി തരും. അപ്പൊ അതാവുമ്പോ അത്ര വില ഉണ്ടാവില്ലല്ലോ കുഞ്ഞിയ ടോപ്പുകൾക്ക്, ജീൻസിന്റെ ടോപ്പുകൾക്ക്. പക്ഷെ കാണുമ്പോ എന്താ വെറൈറ്റി ജീൻസ് ടോപ്പ് ഇട്ടിട്ട് നടക്കണു. പക്ഷെ ജീൻസ് പാന്റ് ആകെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഒരു നീല ഒരു കറുപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിന് ഒരുപാട് ടോപ്പുകൾ വാങ്ങി തന്നിട്ട് അങ്ങനെയായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത്. പിന്നെ വലിയ ഫംഗ്ഷനുകളും കാര്യങ്ങളും, അതായത് കല്യാണം അങ്ങനത്തെ ഒക്കെ വരുമ്പോ അമ്മ ചുരിദാറൊക്കെ വാങ്ങി തരാറുണ്ട്. പക്ഷെ അല്ലാണ്ട് ഞാൻ നോർമലായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അമ്മ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും രണ്ട് ജീൻസിക്ക് നല്ല ഓർമ്മ, നീലയും കറുപ്പും രണ്ട് ജീൻസ്. പക്ഷെ അതിന് ഒരുപാട് ടോപ്പുകളായിട്ട് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ അതും പിന്നെ ചേച്ചിയുടെ ഒക്കെ, അതായത് ഞാനാണ് ഇളയത് ആ സമയത്ത് അവിടെ. പിന്നെ അച്ഛനും ഏട്ടന്മാരാണ് ഉള്ളത്. പിന്നെ താഴെയുള്ള ആള് അവിടെ ഇല്ല, അപ്പൊ എറണാകുളത്താണ്. അപ്പൊ പിന്നൊക്കെ ചേച്ചിമാരുടെ മൂത്ത വല്യച്ഛന്റെ മോളിലെ രണ്ടാമത്തെ വല്യച്ഛനും അങ്ങനെ അവരുടെ ഡ്രസ്സുകൾ, പിന്നെ എന്റെ ചേച്ചിയുടെ ഡ്രസ്സ്, അപ്പൊ അങ്ങനെയൊക്കെ വാങ്ങി ഇടലും അവർക്ക് പാകമില്ലാത്തത് ഇത് അങ്ങനെ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടം. കാരണം ഞാൻ യൂസ് ചെയ്യാത്തതൊക്കെ, അപ്പൊ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെ ആവുമല്ലോ, നല്ല കളറ് അങ്ങനത്തെ കളറാകുമ്പോൾ എനിക്ക് വാങ്ങിയില്ലെങ്കിലും അങ്ങനത്തെ യൂസ് ചെയ്യാനൊക്കെ എനിക്ക് താല്പര്യമാണ്. അതിപ്പോ എനിക്ക് വാങ്ങിയതല്ലല്ലോ, അത് അവർക്ക് വാങ്ങിയതല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല. അപ്പൊ സോറി, എന്റെ ചേച്ചിക്കാണെങ്കിലും ഇപ്പൊ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എനിക്ക് ഇടാവുന്നത് തന്നെയാണ് ആ ഒരു ഇതിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ആ കാലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഒരു 15 16 17 ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഇതേപോലെ അപ്പോഴും ചുരുക്കം ഡ്രസ്സുകൾ, പിന്നെ ചേച്ചിയുടെ ഡ്രസ്സൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ വാങ്ങും. പിന്നെ അമ്മയുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴന്നെ പിന്നെ ആ ഒരു നമുക്ക് അങ്ങനെ ചിട്ടയോടെ വാങ്ങി തരാനുള്ള ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങി തരാൻ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കും പിന്നെ അതിനോടൊരു ഇൻട്രസ്റ്റ്, നല്ലതിട്ട് പോകണം. പിന്നെ അങ്ങനെ പുറത്തേക്ക് പോകാനും പരിപാടികൾ പങ്കെടുക്കാനൊന്നും പിന്നെ എനിക്ക് താല്പര്യമില്ലാണ്ട് ആയി തുടങ്ങിയിട്ട് ആ ഒരു സിറ്റുവേഷൻ. അമ്മയുടെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ പിന്നെ നല്ല ഡ്രസ്സിന്റെ ആവശ്യമില്ലല്ലോ, വീട്ടിൽ നിൽക്കാൻ വേണ്ടിയില്ല. അത് പിന്നെ ചേച്ചിയുടെ ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വാങ്ങിത്തരാൻ ആൾക്കാരില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടല്ല. പക്ഷെ എനിക്ക് പിന്നെ അതിനോടൊരു ഇത് കുറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇതൊക്കെയാണ് പിന്നെ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോഴായാലും ഞാൻ സിമ്പിൾ ഡ്രസ്സ്, കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ
സിമ്പിൾ ഡ്രസ്സുകൾ ഇവിടെ വാങ്ങിയത് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ധ്യാനൂട്ടായപ്പോ പിന്നെ അത്രയും ഒരു ടോപ്പ് മാത്രം മതി, കാരണം അത്ര കല്ല് ഉണ്ണീനെ എടുക്കണ്ടല്ലേ എന്നുള്ള ഒരു ഇതില് അങ്ങനത്തെ ഡ്രസ്സുകളാണ് പിന്നെ യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്തത്. ഇപ്പൊ കല്യാണത്തിന് മുന്നേ ആണെങ്കിലും കല്യാണത്തിന് ശേഷമാണെങ്കിലും എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ സിമ്പിൾ മതിയിടാം, സിമ്പിൾ മതി, അല്ലെങ്കിൽ കല്ലൊന്നും വേണ്ട, വർക്ക് വേണ്ട, അങ്ങനെ പറയും. പക്ഷെ നല്ല കളറ് നല്ല ഡാർക്ക് കളറുകളൊക്കെയാണ് താല്പര്യം. പക്ഷെ അങ്ങനെ വർക്കുകൾ കല്ല് അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യലില്ല. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു ഡ്രസ് കളക്ഷന്റെ കാണിച്ചു തരുന്നതിന്റെ മുന്നേ എൻ്റെ ഒരു സ്റ്റോറി, എൻ്റെ ഡ്രസ്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ സ്റ്റോറി ഇതാണ്. അപ്പൊ ഇനി നമുക്ക് ഓരോ ഡ്രസ്സ്, അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഓരോന്നും എടുത്തു വെച്ചിട്ടുണ്ട്. പറയുമ്പോഴേക്കും കിതപ്പ് വന്നു തുടങ്ങി. അപ്പൊ ഇത് നിങ്ങള് എന്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണ് വെച്ചെങ്കിൽ ഞാൻ അലമാര വെക്കണ എന്റെ വീഡിയോയില് ഈ ബോക്സ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇതാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഡ്രസ്. ഒരു മിനിറ്റ് ഞാന് കട്ടായോ എന്നൊന്ന് നോക്കട്ടെ, കാരണം നമ്മുടെ മൈക്ക് നമുക്ക് എപ്പോഴും പണി തരാറ പതിവ്. അപ്പൊ ഇന്ന് ഞാൻ ചാർജ് ഒക്കെ ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് കത്തുണ്ട്, പക്ഷെ ലൈറ്റ് കത്തിയാലും ഇടയ്ക്ക് ഇതേപോലെ എന്തോ കട്ടാവുണ്ട്, മൈക്കൊക്കെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അത് ഞാനോട്ട് ഇടയ്ക്ക് ഇതേപോലെ ഒരിക്കൽ നിലത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതേപോലെ അതിന്റെ ഈ ഒരു വശത്ത് ഞാൻ വായിലിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ എവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് മൈക്ക് പണി തരുമോ എന്നൊരു തോന്നില്ല. അപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി വരാട്ടാ. അപ്പോ വീഡിയോ ഞാൻ കേട്ടു നോക്കി, സൗണ്ട് ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ മൈക്കിക്ക് എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്, ഒരു ചെലമ്പണ സൗണ്ട് പോലെ എനിക്ക് തോന്നിട്ടാ. ഞാൻ കുറച്ചും കൂടി അകലിരുന്ന് കാണിച്ചു തരാട്ടാ, അപ്പൊ നിങ്ങൾക്ക് കാണാനും പറ്റൂല്ലോ. ഞാൻ കുറച്ച് ബാക്കിലേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് കല്യാണ ഡ്രസ്സാണ്, കല്യാണ സാരികളില് ഈ കല്യാണ സാരിയാണ് എനിക്ക് നല്ല വർക്ക് ഉള്ളത് ആയിട്ട് ഉള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ ഒപ്പം വാങ്ങിയ സാരി തന്നെ ഇത്രയ്ക്ക് വർക്കും നല്ല സാരി തന്നെയാണ്, പക്ഷെ ഇത്ര കല്ലും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇതാണ് കല്യാണ സാരി കേട്ടോ. പിന്നെ ഇതിന്റെ ബ്ലൗസ് കണ്ടോ, ഈ ബ്ലൗസ് കണ്ടിട്ടുണ്ടാവും. എന്താ ബ്ലൗസ്, സോറി ഇത് ബാക്ക് വശമാണ് കേട്ടോ. ഇതാണ് ഫ്രണ്ട് വശത്ത് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, ബാക്കിലാണ് വർക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ തോന്നും ഞാൻ ഇത്ര തടിയേ ഉണ്ടായിരുന്നുള്ളൂ, ശരിക്ക് ഇതെനിക്ക് പാകം ഉണ്ടായിരുന്നില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ടാണാവും, ഈ ബ്ലൗസ് എനിക്ക് പാകമായിരുന്നില്ല. ഇവിടുത്തെ ഒരു ഉടുപ്പും പിന്നെ ഏറ്റവും താഴ്ത്തി മാത്രമേ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ചെറിയൊരു ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു കല്യാണത്തിന്, കാരണം കറക്റ്റ് അളവ് അറിയാണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഏതാ അളവ് പറഞ്ഞു കൊടുത്തുന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കറക്റ്റ് ആയിരുന്നില്ല ബ്ലൗസ്. ഇപ്പോഴും ഞാൻ അതിന്റെ ശേഷം പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് പിറ്റേ ദിവസം ഇത് ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതുകൂടാണ്ട് പിന്നെ ഞാൻ ഇത് ഇട്ടിട്ടില്ല. ഇത് ഇട്ടിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും നടക്കും. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് പോലെ, ഞങ്ങളുടെ കല്യാണത്തിന്റെ അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ അത് കാരണം എന്തെങ്കിലും ഒരു എന്താ പറയാ റീക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഉടുക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കട്ടെ. അപ്പൊ ഇത് കല്യാണത്തിന്റെ അടിയിൽ കണ്ണേട്ടന്റെ കല്യാണത്തിന്റെ ഡ്രസ്സും ഉണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരുന്നത് ഇതിന്റെ ഡ്രസ് കളക്ഷൻ ആണല്ലോ, അപ്പൊ ഞാൻ അത് കാണിച്ചു തരുന്നില്ല. അപ്പൊ ഈ ഒരു സാരി ഇവിടെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് ഇതേപോലെ ഒരു സെറ്റ് സാരിയും ഒരു സെറ്റ് മുണ്ടും, അതിപ്പോ കാണിച്ചു തരുന്നില്ലോ. ഇത് സെറ്റ് സാരിയാണ്, സെറ്റ് സാരി. പിന്നെ ഒന്ന് സെറ്റ് മുണ്ട്. ഇത് രണ്ട് സെറ്റ് സാരിയാണോ? ഇത് രണ്ടും സെറ്റ് സാരി അല്ല, അത് മടക്കി വെച്ചേക്കാണ് കേട്ടോ. ഒന്ന് സെറ്റ് സാരിയും ഒന്ന് സെറ്റ് മുണ്ടും ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇത് കല്യാണം കഴിഞ്ഞിട്ട് അമ്മ തന്നുള്ളതാണ് കേട്ടോ. എവിടേക്കും പോകുമ്പോൾ എടുത്തോളാൻ പറഞ്ഞിട്ട് അങ്ങനെ തന്നിട്ടില്ല. പക്ഷെ ഉടുത്തിട്ടുണ്ടോ? ഒന്നോ രണ്ടോ ദിവസം ഉടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉണ്ണി ആയതിനു ശേഷം പിന്നെ എനിക്ക് സാരി ഉടുക്കാന്ന് പറഞ്ഞത് ഈശ്വര എവിടെയെങ്കിലും അഴിഞ്ഞു പോകുന്നത്. അങ്ങനെ സാരി ഉടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് കല്യാണത്തിന് മുന്നേ എന്തേലും സ്കൂളിൽ വല്ല തിരുവാതിര അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ മാത്രം ഞാൻ സാരി മീൻസ് ഈ സെറ്റ് മുണ്ട് ഉടുക്കാറ്. പിന്നെ അങ്ങനെ സാരി നിർത്തില്ല. പിന്നെ ചേച്ചിയുടെ കല്യാണത്തിനാണ് ഞാൻ ധാവണി അങ്ങനെ ഉടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉടുത്തിട്ട് ശീലമില്ലാത്ത കാരണം എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ ഇട്ടിട്ട് ശീലം. പിന്നെ ഉണ്ണിയായപ്പോ ഉണ്ണീനെ എടുക്കണ്ട, അപ്പൊ എനിക്ക് സാരി അഴിഞ്ഞു പോകുമെന്ന് തോന്നും. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് എന്താ പറയാ ഉണ്ണി ആയിട്ടാണെങ്കിലും ഇങ്ങനെ സാരി എടുക്കാനുള്ള ഒരു ഇത് ഉണ്ട് കേട്ടോ. കുറെ പേരെ ഞാൻ കണ്ടു വണ്ടിയിലടക്കം കയറി സാരി ഉടുത്തിട്ട്. അപ്പൊ ഇന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ. അപ്പൊ അടുത്തത് ഇതേപോലെ ഇത് കണ്ണേട്ടൻ വിഷുവിനാണോ ഓണത്തിനാണോ ആവോ, വിഷുവിനോ ഓണത്തിനോ ഇതിനോ ഒന്നിന് കണ്ണേട്ടൻ വാങ്ങി തന്നാട്ടാ. ഇത്
എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇത് വാങ്ങി തന്നത്. ഇങ്ങനെ മയിൽപീലിയുടെ ഡിസൈനൊക്കെ ആയിട്ട് ധാവണി മോഡല് സെറ്റ് ധാവണി ആയിട്ടുള്ളത്. ഇതതിൻ്റെ ഇങ്ങനെ ഉടുക്കണത്. ഇത് ബ്ലൗസ് കേട്ടോ. ബ്ലൗസ് കയ്യിലിങ്ങനെ വർക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡ്രസ്സ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള സിമ്പിളാണ് എന്നാൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നണ ഒരു ഇത്. ഞാൻ പിന്നെ മടക്കി വെച്ചോളാം. ഓണത്തിന് എല്ലാവർക്കും ഒരുമിച്ച് വാങ്ങിയിട്ട് ഉള്ള ഡ്രസ്സാണ് കേട്ടോ. അടുത്തത് അതാണ്. ഇത് ഇതേപോലെ കല്യാണത്തിന് ഇവര് വാങ്ങിയിട്ടുള്ള രണ്ടാമത്തെ സാരിയാണ് കേട്ടോ. അയ്യോ എന്താ ബ്ലൗസ്. ഇത് ഇതും ഞാന് ഒരു വട്ടാണ്ട് കൊടുത്തിട്ടുള്ളൂ. ഈ സാരി നല്ല അടിപൊളി സാരിയാണ്. ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട്. വർക്കും കാര്യങ്ങളും ഞാൻ ആ സാരിയുടെ അത്ര ഇല്ലാന്നാ പറഞ്ഞത്. പക്ഷെ ഇത് അടിപൊളി സാരിയാണ് കേട്ടോ. അതിന്റെ ഇങ്ങനെ കാണിച്ച തുറന്ന് കാണിക്കണ അങ്ങനെ വിചാരിച്ചിരിക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ്. ഇനി എപ്പോഴെങ്കിലും കൊടുക്കണ്ട്. ഇനിയിപ്പോ ഉടുക്കപ്പോ ഉടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എന്നേലും ഉടുക്കുമ്പോ കാണിച്ചു തരാം. ഇതതിന്റെ ബ്ലൗസ്. ഇതും ഇതേപോലെ ഫ്രണ്ടിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ബാക്കിൽ ഇതാ കുഞ്ഞ വർക്കുണ്ട്. ഞാൻ ഉടുത്തുണ്ട് കേട്ടോ. കയ്യിൽ അപ്പോൾ ഇത് ഞാൻ ഉടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫോട്ടോ ഇടുന്നത്. ഇത് കല്യാണത്തിന് വാങ്ങിയിട്ടുള്ള സാരിയിലെ ഒരു സാരി കല്യാണ സാരിയും പിന്നെ അതിന്റെ ഒപ്പം അവർ ഇവിടെ വാങ്ങിയുള്ള രണ്ടാം സാരി കേട്ടോ. ഇതും കല്യാണത്തിന് വാങ്ങിയിട്ടുള്ള ഫ്രോക്കാണ്. നമ്മുടെ വെൽവെറ്റിന്റെ തുണി. നല്ല ഇറക്കും നല്ല കനമുള്ള സംഭവമാണ് കേട്ടോ. അല്ല ഇങ്ങനെ കാണണ്ടോന്ന് അറിയില്ല. ഞാൻ ഇവിടെ ഇരിക്കണ കാരണം നല്ല ഇറക്കണ്ട് കേട്ടാ. എനിക്കിത് ഇട്ടിട്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല കനമുണ്ട് ഇത്. അപ്പൊ ഇതും അങ്ങനെ 3 കൂട്ടാണ് എനിക്ക് കല്യാണത്തിന് വാങ്ങിയിട്ടാണ്. 2 സാരിയും പിന്നെ അതേപോലെ ഈ ഫ്രോക്കും അല്ല അത് ഫ്രോക്കും പിന്നെ 2 ചുരിദാറും. നമുക്ക് എന്താ പറയാ പോയി പോരാ. അത് അത്ര ഹെവി ആയിട്ടൊന്നുമല്ല. സിമ്പിൾ ആയിട്ടുള്ള 2 ചുരിദാറും അങ്ങനെയാണ് കല്യാണത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് അപ്പൊ ഇത് കല്യാണത്തിന് ഉണ്ടായിരുന്നു. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടോ 3 വട്ടമൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒപ്പമുള്ളതാണ് ഈ ഷോൾ കേട്ടോ. ഇതിന്റെ ഒപ്പമുള്ളതാണ് ഈ ഷോൾ. ഇങ്ങനെ കയ്യും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇടുന്നത് ആണ് ഈ ഷോൾ. പക്ഷെ ഈ ഷോൾ ഞാൻ ആ ഫ്രോക്കിന്റെ ഒപ്പം ഇടാറില്ല. നല്ല പുറം വേദന ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോ കുറെ ആയിട്ട് ഇപ്പോ നല്ല പുറം വേദനയാണ്. ഫ്രോക്കിന്റെ ഒപ്പം ഞാൻ ഇടാറില്ല കേട്ടോ. ഈ ഇത് ഞാന് ഈ ഒരു ഇത് ഇട്ടിട്ട് മുന്നേ കാണാന്നറിയില്ല. ഇത് ഒരു പാവാടയാണ് കേട്ടോ. ഈ ഒരു ഇതിന്റെ ഒപ്പം ഈ ബ്ലൗസും ആയിട്ട് ഞാൻ ധാവണി പോലെ കൊടുക്കും. ഇത് ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന്റെ കേട്ടോ. ഇത് എന്റെ ജിന്നുവിന്റെ കല്യാണത്തിന് ഞാൻ കെട്ടിന്റെ സമയത്ത് ഇട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ്. ഇതിന്റെ ഇത് ബ്ലൗസ് മോഡലല്ല. കുഞ്ഞ് കുപ്പായം ടോപ്പ് ഇത്രം പോകുന്ന ടോപ്പ് മോഡലുള്ളതായിരുന്നു. പിന്നെ ഒരു ഷോളും ഇങ്ങനെ ധാവണി പോലെ കൊടുക്കണത്. പക്ഷെ ആ ടോപ്പൊക്കെ എനിക്ക് നല്ല ചെറുതാ. പിന്നെ കേടുവരി അങ്ങനെ എന്തുണ്ടായി. അതിന്റെ ഷാളും എന്റെ കയ്യിലില്ല. അത് വീട്ടിലായിരുന്നു. പക്ഷെ ഇത് മാത്രം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് വേണ്ടി ഇത് എന്റെ അടുത്തുണ്ട്. ഈ ഷാള് ഞാൻ അതിന്റെ ഒപ്പം ഇടും. അത്ര ബോറില്ല ഇടുമ്പോ. അല്ല ഒരുമിച്ച് നമ്മൾ വാങ്ങിയതല്ലല്ലോ. അപ്പൊ ഇടുമ്പോ അത്ര ബോറായിട്ട് ഇങ്ങനെ തോന്നില്ല. 3 ആണെന്ന് അങ്ങനെ തോന്നില്ല. അപ്പൊ ഇതും പിന്നെ ഈ രണ്ടിനും മാച്ചായ ഒരു ബ്ലൗസ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ബ്ലൗസ് അടിപൊളി ബ്ലൗസ് തന്നെയാണ്. ഞാൻ അതിന്റെ ഒപ്പം ഇടില്ല. ഈ 3 കൂടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഈ ഒരു സാരി ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല രസമല്ലേ ഈ കളർ. ഇതിപ്പോ ഞാൻ ഇട്ടാലും നല്ല വൃത്തിയുണ്ട്. പക്ഷെ ഇതിന്റെ ബ്ലൗസ് ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ വേറൊരു ടോപ്പൊക്കെയാണ് ഇതിന് ബ്ലൗസ് ആയിട്ട് ഇട്ടിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ 1 2 വട്ടം തന്നെയാണ് ഈ സാരി ഞാൻ ഉടുത്തിട്ടുള്ളൂ. ഇത് എനിക്ക് എന്റെ വെല്ലിച്ചന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നതാണ് കേട്ടോ ഈ സാരി. നല്ല ഇഷ്ടാട്ടോ ഈ കളർ. ഈ കളർക്ക് നല്ല ഇഷ്ടമായി. നല്ല ഡാർക്ക് പോലെ അങ്ങനെ നിൽക്കുന്ന കളറാണല്ലോ. അപ്പോൾ ഇതും ഞാൻ 2 വട്ടം ഉടുത്തിട്ടുള്ളൂ. പക്ഷെ വളരെ സിമ്പിൾ ആട്ടോ. സാരി ആണെങ്കിലും നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് എടുത്ത് നടക്കാനും അങ്ങനെ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ അതേപോലെ ഇത് ഞാൻ ഇവിടെ അമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ഉണ്ടായിരുന്നത്. എന്തിനാ അമ്മ പട്ടുപാവാട അടിച്ചോന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും അടിച്ചിട്ടില്ല. എടുത്ത് വെച്ചേക്കാണ്. പക്ഷെ അത് നല്ല സാരി തന്നെയാട്ടോ. അതേപോലെ സിമ്പിൾ സാരി തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടമായ സാരി തന്നെയാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാരി ഇതേപോലെ ഞാൻ കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോ വാങ്ങി വന്ന സാരി അവിടുന്ന് എടുത്തു വന്ന സാരിയാണ്. നിങ്ങൾക്ക് ഈ കണ്ണാടിയുടെ ഇവിടെ ഒരാൾ നിൽക്കുന്നത് കാണാം. അവിടെ നിർത്തി നോക്കുകയാണ് ആര് ധ്യാനുട്ടൻ.
അതെയോ, അന്ന് അവിടെ ഇരുന്നു. അപ്പൊ ഈ സാരി ഞാൻ വീട്ടിൽ പോയപ്പോ അമ്മയുടെ എടുത്തു കൊടുന്നതാണ് കേട്ടോ. സിമ്പിള്, അത്ര കാനമില്ല. അപ്പൊ ഞാൻ അത് എടുത്തു വന്നതാണ്. പിന്നെ അതേപോലെ ഈ സാരി ഒക്കെ അമ്മയ്ക്കും ഒരുപാട് സിമ്പിൾ സാരികൾ ഉണ്ട്. അപ്പൊ ഞാൻ അത് എടുത്തു കൊടുന്നട്ടെ. ഇത് ഞാൻ അമ്മയുടെ സാരി എടുത്തു കൊടുന്നതാണ്. ഈ ഒരു ഇതില് പിന്നെ ഞാൻ അമ്മയുടെ കൂടുന്ന കുറച്ച് ബ്ലൗസുകളൊക്കെയാണ് കേട്ടോ. ഈ മൂന്ന് ഇപ്പൊ കാണിച്ചെന്ന ഈ സാരിക്കൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ ഇത് ബ്ലൗസ് മാച്ച് ചെയ്തിട്ടുള്ള. പിന്നെ ഇതിന് മാച്ച് ആയിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ ഇത് ഏതിന് മാച്ച് ആണാവോ, അറിയില്ല. ഇതൊരു ബ്ലൗസ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ, അപ്പൊ ഇതൊക്കെ അത് മാച്ച്. പിന്നെ ഇന്ത്യയിലുള്ള ഇവിടെ അമ്മ തന്ന കേട്ടോ എനിക്ക് സെറ്റ് സാരി കണ്ടു കൊടുക്കുന്ന സമയത്ത് എനിക്ക് വിശേഷമായിട്ടിരിക്കുന്ന സമയത്ത് അമ്പലങ്ങളിലേക്കൊക്കെ പോണ ടൈമില് പാകല്ല, എനിക്ക് വേറെ എന്റെ ബ്ലൗസുകളൊന്നും എനിക്ക് പാകല്ല. അപ്പൊ അമ്മ എനിക്ക് തന്നൊരു ജാക്കറ്റ് കേട്ടോ. ഇത് ഇതേപോലെ കണ്ണായിട്ട് എനിക്ക് വെൽവെറ്റിന്റെ ഒരു ബ്ലൗസ് വേണം പറഞ്ഞപ്പോ വാങ്ങി വന്നത്. പക്ഷെ ഞാൻ അത് തീരെ ഇട്ടിട്ടില്ല, യൂസേ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ, അപ്പൊ അത് ഇതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നെ. പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അത്രയും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഇതും അമ്മയുടെ ഒരു സാരിയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പിറന്നാളിന് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ സാരിയാണ്. ഈ സാരിയും ഈ ബ്ലൗസും ഇതും ഈ ഇപ്പൊ ലാസ്റ്റ് കാണിച്ചെന്ന 2 സാരിനെക്കാട്ടിയും കനം ഉണ്ട് കേട്ടോ. പക്ഷെ സിമ്പിൾ സാരി തന്നെയാണ് കേട്ടോ ഇതും. ഇതാണ് കല്യാണത്തിന് വാങ്ങിയതും. പിന്നെ അതേപോലെ എൻ്റെ ഉള്ള കുറച്ച് സാരിയും ദാവണി മോഡല് ഇതാണ് കേട്ടോ. അപ്പൊ ഞാനോട്ട് ഈ കാണുന്ന ഈ അലമാര ഇവിടെ നിന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. ഒതുങ്ങി ഇരിക്കണില്ല. ഇപ്പൊ ആ കിച്ചൺ സെറ്റ് ഒക്കെ എടുത്തിട്ട് ഇത്ര നേരം കളിക്കായിരുന്നു. അപ്പൊ കുറച്ചേരം അതിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലത്തെ കളി കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് പിടിച്ചിട്ട് അങ്ങോട്ട് വലി ഇങ്ങോട്ട് വലി അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആദ്യം ഈ ഡ്രസ്സ് ഇതിപ്പോ ഇപ്പൊ അടുത്തെന്ന് പറയുമ്പോൾ ഒരു 4-5 വീഡിയോന്റെ മുന്നേ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ഈ ഡ്രസ്സ് ഇട്ടിട്ട് മായനൂർ പാലം പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സിമ്പിൾ ഒരു ടോപ്പ്. ഇത് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞു വന്നിട്ടുള്ള ആ വർഷത്തില് അച്ഛൻ ഇതേപോലെ ഇവിടെ ഡ്രസ്സായിട്ട് ഇങ്ങനെ പോണണ്ടപ്പോ 2 കൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതില് ഉള്ള ഒരു ജോഡിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഡ്രസ്സ് അതിപ്പോ അടുത്താണ് ഞാൻ അടിച്ചത്. ഈ തുണി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ അടുത്തടിച്ചാണ്. അപ്പൊ ഇത് ഒരു സിമ്പിൾ ടോപ്പും പിന്നെ അതേപോലെ അതിനൊരു ഷോളും പിന്നെ അതേപോലെ പാന്റും. ഈ ഡ്രസ്സ് എടുക്കുമ്പോ ഇത് അതേപോലെ ഇത് കണ്ണേട്ട എന്തോ വിഷു ആണോ അങ്ങനെ എന്തോ ഉണ്ടായപ്പോ കണ്ണേട്ട വാങ്ങി തന്നാട്ടോ ഈ ജീൻസും പിന്നെ അതേപോലെ ഈ ടോപ്പും. പക്ഷെ ഞാൻ ഇപ്പൊ ആദ്യമൊക്കെ ഈ ടോപ്പും ഈ ജീൻസും ഇട്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ പാവാടയുടെ കൂടിയാണ് ഞാൻ ഇത് കൂടുതലും ഇടാറ്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കൂടുതലും ഞാനിവിടെ ചെണ്ട കൊട്ടല്ലട കേക്കില്ല കേട്ടോ, കൊറേ കഴിഞ്ഞിട്ട് കൊട്ടിക്കോട്ടാ. അപ്പൊ ശരി. അപ്പൊ ഈ ഒരു ടോപ്പും ഇതും കൂടിയിട്ടാണ് ഞാൻ ഇടാറ്. ഇത് ഇതേപോലെ കണ്ണായിട്ട് എനിക്ക് തോന്നുന്നു എന്തോ വിഷുവിനോ അങ്ങനെ എന്തോ മറ്റോ വാങ്ങി തന്നിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് കണ്ണേട്ടൻ വാങ്ങി തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഇതേപോലെ ഇതിന്റെ ഒപ്പം വേറെ ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടാ. ഈ പാവാട അമ്മ വാങ്ങി തന്നിട്ടുള്ള. അമ്മ വിഷുവിനോ ഓണത്തിനോ അതേപോലെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ണേട്ടൻ വാങ്ങി തന്നിട്ടുള്ളത്, ഇത് അമ്മ വാങ്ങി തന്നുള്ളത്. ഇതിന്റെ ഒപ്പം ഒരു ടോപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ ആ ടോപ്പ് എന്തോ ഉണ്ടായി ആ ടോപ്പ് കാണാല്ല ആ ടോപ്പ്. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ണേട്ടൻ വാങ്ങി തന്നത്, അത് അമ്മ വാങ്ങി തന്നത്. ഇത് ഇതേപോലെ ഞാൻ കടയിൽ വേറൊരു ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ അങ്ങനെ കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി ഈ ടോപ്പ്. ഇതൊക്കെ ആയിട്ട് കയ്യിൽ ഇങ്ങനെ വർക്കൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു തരം നല്ല ടോപ്പ്. എനിക്കത് കണ്ടപ്പോ വാങ്ങണം തോന്നി, അപ്പൊ വാങ്ങിയതാ. പക്ഷെ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്യണം. ഒരു ചെറുതായിട്ടും കൂടിയും എന്താ പറയാ ലൂസ് ഉള്ള പോലെ ഉണ്ട്. ഇത് ഷേപ്പ് ചെയ്തതാണ്, പക്ഷെ എനിക്ക് ഒന്നും കൂടി അത് ലൂസ് ഉള്ള പോലെ തോന്നി. അപ്പൊ ഞാൻ അത് അങ്ങനെ വെച്ചേക്കാൻ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഇതേപോലെ ഇപ്പൊ ഒരു കല്യാണം ഉണ്ടായപ്പോ വാങ്ങി തന്ന കേട്ടോ കണ്ണേട്ടൻ. ഫുൾ ടോപ്പ് തന്നെ. ഞാൻ എപ്പോഴും എപ്പോഴും സിമ്പിൾ തന്നെ കൂടുതൽ വാങ്ങുക. ഇതിൽ ചെറിയ വർക്കൊക്കെ ഉണ്ട്, അതിൽ കാണുന്നതെന്ന് എനിക്കറിയില്ല. സിമ്പിൾ വർക്ക്, കയ്യിലും ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് ഉണ്ട് കേട്ടോ. അതും പിന്നെ അതിനൊരു സിഗരറ്റ് പാൻറ് വാങ്ങിയിട്ടുള്ളത്, അതിനൊരു ഷോള് വാങ്ങിയിട്ടുള്ളത് അത് തന്നെയാണ് കേട്ടോ. അതിപ്പോ കുറച്ചായിട്ടുള്ളൂ കേട്ടോ അത് വാങ്ങിയിട്ട്. പിന്നെ ഇത് ഇതേപോലെ ഇത് വാങ്ങിയതെന്ന് എനിക്ക് വാങ്ങിയതല്ല, ഇത് ഏടത്തിയുടെ വീട്ടിൽ നിന്ന് തന്ന ഡ്രസ്സാണ് കേട്ടോ എനിക്ക്. ഇത് എന്തിനാണ് തന്നത്? ഇത് ഇതേപോലെ ഓണത്തിന് വിഷുവിനാണ്ട് തന്നതാ തോന്നുന്നു, ഓർമ്മയില്ല സത്യം പറഞ്ഞു.
എന്താ ഡ്രസ്സ് ഇത് ഓണത്തിന് വിഷുവിനെന്താ എടുത്തത് വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. അല്ല ഇത് ഞാൻ 1-2 വട്ടം തന്നെ ഇട്ടിട്ടുള്ളൂ. ഇതതിന്റെ പാന്റ്, ഇതതിന്റെ ഷോള്, തുണിയായിരുന്നു. അപ്പൊ ഇപ്പൊ അടുത്ത് തന്നെയാണ് ഇത് അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അടിച്ചു കഴിഞ്ഞിട്ട് 1-2 വട്ടം തന്നെയാണ് ഇത് ഇട്ടിട്ടുള്ളൂ കേട്ടാ. ഇത് ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള തന്നെയാണ് ഇത്. നമ്മുടെ കൈ വലത് കൈയിന്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് വർക്ക് മാത്രം. പക്ഷെ അത് എനിക്ക് നല്ല ഇഷ്ടമായി ഈ ടോപ്പ്. ഈ ടോപ്പ് ഇതേപോലെ എനിക്ക് വെല്ലിച്ചന്റെ അവിടെ നിന്ന് എനിക്ക് തന്നതാണ് കേട്ടോ ഈ ടോപ്പ്. നല്ല അടിപൊളി ടോപ്പാട്ടെ. ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്. നമ്മൾ മനയിലേക്ക് എവിടേക്കൊക്കെ പോയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല തന്നെ. ഇതൊക്കെ ഞാൻ പിന്നെ ഈ സിമ്പിളായിട്ട് എവിടെ കൂടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ള ടോപ്പ് തന്നെയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ വാങ്ങിയ ഒരു ഡ്രസ്സാട്ടോ ഇതും. പിന്നെ ഇതിന്റെ പാന്റ് അങ്ങനെ കണ്ണായിട്ട് വാങ്ങി തന്നത്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങി കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ ആ ഡ്രസ്സ് പഴയതായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് പഴയതായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിടാൻ യൂസ് ചെയ്യൂല. പക്ഷെ എനിക്ക് അങ്ങനെ ആ ഡ്രസ്സ് എനിക്ക് വീട്ടിലിടാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ലോങ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആവുമല്ലോ. അപ്പൊ ആ ഡ്രസ്സ് എനിക്ക് വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ചൂടുന്ന പോലെ. എനിക്ക് വെച്ചെങ്കിൽ ഈ കുഞ്ഞ ടോപ്പും പാന്റും ഒക്കെ അല്ലെങ്കിൽ പാവാട അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് വീട്ടിലേക്കുമ്പോൾ ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ആകെ പുഴുക്കം പോലെ എനിക്ക് തോന്നും. അപ്പൊ എനിക്ക് ഇപ്പൊ ഈ ഡ്രസ്സ് ഞാൻ വീട്ടിലിടാൻ ഞാൻ സെപ്പറേറ്റ് വാങ്ങുക ചെയ്യുക. കുഞ്ഞ ടോപ്പ് പാന്റുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് വാങ്ങാൻ എനിക്ക് നല്ല ചൂട് എടുക്കുന്ന പോലെ എനിക്ക് തോന്നും. അപ്പൊ അങ്ങനെ കണ്ടിട്ട് വാങ്ങി തന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ അത്. ഞാൻ അതേപോലെ ഇതേപോലെ വെല്ലിച്ചിന്റെ അവിടുന്ന് ചേച്ചി തന്ന ഡ്രസ്സ് തന്നെ. പക്ഷെ ഈ ഡ്രസ്സ് ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതായ കാരണം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കഴുത്തിന്റെ അവിടെ ഇങ്ങനെ വെട്ടും കുത്തൊക്കെ ഇരുന്ന് അങ്ങനത്തെ ഒരു കഴുത്തായ കാരണം എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ്. അങ്ങോട്ട് വരാം, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം കേട്ടോ കഴിക്കാന്. ധ്യാനോട്ട് അവിടെ നമുക്ക് വിശക്കുണ്ടോ ചോദിക്കാം. അപ്പൊ വലിയ വിശക്കില്ല. അപ്പൊ അതായി മീമി ഉണ്ട്, ഒക്കെ ഉണ്ട്. ധ്യാനം അവിടെ പാചകത്തിലാണ്. അപ്പൊ അവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വരാട്ടോ പറഞ്ഞു. അപ്പൊ ഇത് നമ്മളെ ഫസ്റ്റ് വ്ളോഗില് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇത് നമ്മളെ ഉള്ളില് ഇടുന്ന മോഡലായിട്ടുള്ള ഇതാണ് ഫ്രണ്ട്. ഇത് അയ്യോ കാണാല്ലേ അല്ലേ. ഇത് വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. എവിടത്ത് കാണോ വള്ളിയ. ഇത് അല്ല സോറി, ഇത് ഉള്ളിലിട്ടിട്ട് അത് മുകളിലിടുന്നതാണല്ലോ. ഇത് കാണിച്ചു തരാം. ഇത് ഉള്ളിലിട്ടിട്ട് മറ്റേത് മുകളിലിടുന്ന ആ ഒരു മോഡല് ഡ്രസ്സാണ്. ഇതെനിക്ക് കണ്ണട പിറന്നാളിന് വാങ്ങി തന്നതാ തോന്നുന്നു. എന്റെ പിറന്നാളിന് കണ്ണട ഈ പ്രാവശ്യത്തെ പിറന്നാളിനല്ല കേട്ടോ, അതിന്റെ മുന്നത്തെ പിറന്നാളിനാണ് കണ്ണേട്ട വാങ്ങി തന്ന ഡ്രസ്സാണ്. എനിക്ക് കണ്ണേട്ട ഈ പിറന്നാളിന് അതേപോലെ വെഡിങ് ആനിവേഴ്സറിക്ക് കൂടുതലും ഡ്രസ്സൊക്കെയാണ് എനിക്ക് വാങ്ങി തരാറ്. പിന്നെ അങ്ങനെ ആവണമെന്നില്ല, പിന്നെ അല്ലാണ്ടും വാങ്ങി തരാറുണ്ട്. ഇത് കണ്ണേട്ടന് വാങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ണേട്ടന് വാങ്ങിയ ഒരു ടീഷർട്ടാണ്. പക്ഷെ അത് കണ്ണേട്ടന് കണ്ണേട്ടന് ഇഷ്ടാവണ്ടല്ല. ഇത് എനിക്ക് വേണം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു കണ്ണേട്ടനോട്. കണ്ണേട്ടന് വേറൊരു ബ്ലാക്കും കൂടി വേറെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ബ്ലാക്ക് തായോ പറഞ്ഞു. നമുക്ക് പിന്നെ അല്ല ടീഷർട്ട് ലൂസ് ആണെങ്കിലും ടൈറ്റ് ആണെങ്കിലും നമുക്ക് വിഷയമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് ലൂസാണ്, പക്ഷെ എനിക്ക് ഇത് ഇടാൻ ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ പുതിയത് ഇപ്പൊ വാങ്ങിയതാട്ടിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഇതേപോലെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പാന്റാണ് കേട്ടോ. ഇതേപോലെ ഇത് ടോപ്പ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഫേസ് അതും കളഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ 2 ദിവസം ഇന്നലെ മിഞ്ഞാന്നാണ്ട് പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ. എന്റെ ചേച്ചി തന്ന ഡ്രസ്സാണ് കേട്ടോ. അതേപോലെ എന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ തന്നെ ഇഷ്ടം. പിന്നെ ഇതും ഇതേപോലെ വെല്ലിച്ചിന്റെ അവിടെ നിന്ന് ചേച്ചി തന്ന കേട്ടോ. ഇത് ഞാൻ ഷേപ്പ് ആക്കിയിട്ടില്ല, ചേച്ചിയുടെ ആള്. പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ട് ഇവിടെ ഈ ഒരു വർക്കായിട്ട് സിമ്പിൾ ആയിട്ട് വേറെ ഒന്നുമില്ല, ഈ ഒരു വർക്ക് മാത്രമായിട്ട് പൂവാണ്. കയ്യില് ചെറിയ വർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത് ഷേപ്പ് ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഇത് ഇട്ടിട്ടില്ല, ഷേപ്പ് ആകാത്ത കാരണം അത് ഇട്ടിട്ടില്ല. ഞാൻ ഷേപ്പ് ആക്കണത് ഇനി യൂസ് ചെയ്യാം. നിങ്ങള് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഈ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇത് ഇപ്പോ ധ്യാനുവിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിയ ഡ്രസ്സ്. ഇത് ഓണത്തിന് വാങ്ങിയ ഇത് നിങ്ങള് നമ്മളെ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയതും അതേപോലെ ഡ്രസ്സ് കളക്ഷനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഓണത്തിന് വാങ്ങിയ ഡ്രസ്സൊക്കെ. അപ്പൊ ഈ ജീൻസും അതേപോലെ ഈ ടോപ്പും ഓണത്തിന് വാങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇത് ഇതിനൊപ്പം 2-3 ഉണ്ടായിരുന്നു. സിമ്പിൾ ടോപ്പ് ഇതേപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ മോഡൽ കളറ് മാറ്റമുണ്ട്. ഇതേ സെയിം പാറ്റേണിൽ തന്നെ
രണ്ടെണ്ണം കൂടി വേറെ ഉണ്ടായിരുന്നു, അത് കേട് വന്നു. ഇത് മാത്രമേ ഉള്ളൂ, ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ആ 2 വട്ടമൊക്കെ യൂസ് 2-3 വട്ടമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ടോപ്പ് എനിക്ക് എന്തിനാ സത്യത്തിൽ വാങ്ങി തന്നത്? ഇത് ഇതേപോലെ എന്റെ പിറന്നാളിന് വാങ്ങി തന്നതാണോ, അങ്ങനെ എന്തോ ആണ് ഈ ഡ്രസ്സ്. ഇടാറ് അത്ര ഇറക്കല്ല, ഇവിടെ ഇത്തിരി വർക്കൊക്കെ ആയിട്ട് കയ്യിലും ഉണ്ട്, കയ്യിന്റെ ഇവിടെ ഉണ്ട് കേട്ടോ കൈ ഇത്തിരി വർക്കൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൊരു ടോപ്പാണ് ഇടാം. അപ്പൊ ഇത് ഞാൻ വൈറ്റ് ലെഗിൻ്റെ ഒപ്പം തന്നെയാണ് ഇടാറ്. ഇതും വൈറ്റ് ലെഗിൻ്റെ ഒപ്പം തന്നെ ഇടാറ്. അപ്പോൾ ആ ഡ്രസ്സ് അങ്ങനെ. പിന്നെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, എന്തിനു വാങ്ങിയതാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ. ഇതൊക്കെ ഓർമ്മ ഉണ്ട്. ഇത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ചിനക്കത്തൂർ പൂരത്തിന് വാങ്ങിയതാണ് കേട്ടോ. ഇതും ഈ കോട്ടും അതേപോലെ ഇങ്ങനെ ഇതായിട്ട് ഇടുന്നത്, ഉള്ളില് ഇടുന്നത്, കോട്ട് മുകളിൽ ഇടുന്നത്. അങ്ങനെ ഇതിപ്പോ ഞാൻ ചെനക്കത്തൂർ പൂരത്തിന് ഞാൻ 2 വാങ്ങിച്ചായിരുന്നു. ഓൺലൈനിൽ 2 വാങ്ങിയതാണ് കേട്ടോ. ഇത് ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. ഇത് 2, പിന്നെ അതേപോലെ ഈ ഒരു ടോപ്പും ഞാൻ ഓൺലൈനിൽ നിന്ന് പൂരത്തിന് വാങ്ങിയതാണ് കേട്ടോ. ഇതും അയ്യോ, ഇത് ഇടുമ്പോ എനിക്ക് അത്രയും ഇഷ്ടം, കാരണം അത്രയും ശരീരത്തിൽ അങ്ങനെ നമുക്ക് എന്താ പറയാ, നല്ല സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ. ഇത് സിമ്പിളാണ്, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നടക്കാനും ഇരിക്കാനും നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനും ഒക്കെ അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ടോപ്പ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഓൺലൈനിൽ ഞാൻ എടുത്തിട്ടുള്ളതിൽ എനിക്ക് നല്ല ഇഷ്ടമായത് ഈ ഡ്രസ്സാണ്. ഞാൻ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, വീട്ടിലിടുന്ന ഡ്രസ്സുകളും അങ്ങനെയൊക്കെ ഞാൻ ഓൺലൈനിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ ഒപ്പം എടുത്താണ് ഈ ഡ്രസ്സ്. പക്ഷെ ഈ ഡ്രസ്സ് കുഴപ്പമൊന്നുമില്ല. മതവല്ലി ഈ ഡ്രസ്സ് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിച്ച കളറിലും പ്രൈസിലും സൈസിലും ഒക്കെ തന്നെ വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഇത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഈ ഒരു 2 ഡ്രസ്സ് ഇതേപോലെ പൂരത്തിന് തന്നിട്ട് വാങ്ങി തന്നതാണ്. ഇനി അടുത്തത് ഈ ഒരു ടോപ്പ്. ഇതും എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവണം നിങ്ങള്. ഈ ഒരു ഡ്രസ്സ് കേട്ടോ. ഈ ഡ്രസ്സ് അമ്മ ഓണത്തിനോ വിഷുവിനോ വാങ്ങി തന്നതാണ്. കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഓണാണോ വിഷു ആണോ. അതിന് വാങ്ങി തന്ന ഡ്രസ്സ്, ഓണോ വിഷു അല്ലെങ്കിൽ പൂരത്തിനോ ഏതിനോ ഒന്നിന് അമ്മ വാങ്ങി തന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇത് സിമ്പിൾ ഒരു ടോപ്പ്, ഒരു ഇറക്കുള്ള ഒരു ടോപ്പ്. പക്ഷെ നല്ല രസമുണ്ട്, നമുക്ക് അത്രയും സിമ്പിളായിട്ട് ഇട്ട് പോവാനും അങ്ങനെ ഉള്ള ഒരു ഡ്രസ്സ് ഇട്ടാൽ. കുറച്ച് നേരം ഇവിടെ വെക്കട്ടെ. ഇവിടെ ഇപ്പോൾ എടുത്ത ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിറഞ്ഞു. അപ്പൊ ഇനി ഇവിടേക്ക് വെക്കട്ടെ. അപ്പൊ ആ ഒരു ഡ്രസ്സ് ഇട്ടാം. അയ്യോ കൈ മുട്ടി. പിന്നെ ഈ ഒരു ടോപ്പ് ഇട്ടാ, ഇത് ഇതേപോലെ എൻ്റെ ചേച്ചി തന്നുള്ള തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ള തന്നെയാണ് ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഇത് ചേച്ചി തന്നിട്ടുള്ള കേട്ടോ, എൻ്റെ ചേച്ചി. പിന്നെ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ചെനക്കത്തൂർ പൂരത്തിന് ഞങ്ങൾ ഒരുമിച്ച്, എനിക്കും ഏടത്തിക്കും പിന്നെ ചേച്ചിക്കും, അതായത് കണ്ണേട്ടൻ്റെ പെങ്ങൾക്കും ഒരുമിച്ച് ഞങ്ങൾ ഈ ഒരു സെയിം കളർ സെയിം ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഒരുപോലത്തെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് പക്ഷെ ഞാൻ പോയിട്ട് ഞാനും അമ്മയും ഉണ്ടായിരുന്നുള്ളൂ, ഏടത്തി ഉണ്ടായിരുന്നു ഓർമ്മയില്ല. പക്ഷെ ഞാനാണ് ഈ കളർ സെലക്ട് ചെയ്തത്. 3 പേർക്കും ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും പോയിട്ടാണ്. ഏടത്തി ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ 3 പേർക്കും ഈ കളർ എടുത്താണ് കേട്ടോ. 3 പേർക്കും ഈ സെയിം കളർ ഉണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പും അതിന്റെ ഷോളും അതിന്റെ പാൻറ്റും എന്താ ഇവിടെയൊക്കെ ഉണ്ട് ഈ വർക്ക്. ഇങ്ങനെയാണ് കേട്ടോ. ധ്യാനൂട്ട അവിടെ കോട്ടുവായിരുന്നു എന്റെ വീട്. അപ്പോ ഇത് നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ഇത് ഞാൻ ധ്യാനൂട്ടനെ വിശേഷമാവുമ്പോ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. കാരണം വിശേഷമായി പിന്നെ വയറ് ആവാൻ ഓരോ മാസം കഴിയുമ്പോൾ വയറും വരല് തുടങ്ങിയ പിന്നെ എന്റെ ഡ്രസ്സുകളൊന്നും എനിക്ക് പാകമില്ല. ചെക്കപ്പിന് പോകാൻ ഒരു നല്ല ഡ്രസ്സും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന്, കാരണം അത്ര ദിവസം അങ്ങനെ വീട്ടിലിടാനുള്ള മാക്സി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വിശേഷമാകുമ്പോൾ ഇട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് പോകാനുള്ള ഡ്രസ്സുകൾ നോക്കുമ്പോൾ ഒന്നും പാകമല്ല. അപ്പൊ എനിക്ക് കണ്ണേട്ടന്റെ ചേച്ചി തന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇവിടം കൊണ്ടൊക്കെ വയറിന്റെ ഇവിടം കൊണ്ട് ലൂസാണ്. അപ്പൊ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ആ സമയത്തൊക്കെ നല്ല ഉപകാരമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ, അതാണ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിതിടുമ്പോ ചൂടെടുക്കണ പോലെ
തോന്നുക പിന്നീട് കേട്ടോ. അപ്പൊ എനിക്ക് വളരെ ഉപകാരമുള്ള ഡ്രസ്സായിരുന്നു, പക്ഷെ പിന്നീട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നല്ല ചൂടും കാരണം. പിന്നെ ഇത് ഒരുപാട് വർക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടില്ല പിന്നെ. അപ്പൊ ആ ഒരു ഡ്രസ്സാട്ടാ ഇട്ടാ. ഇത് ഇതേപോലെ പടുത്ത് വാങ്ങിയത് തന്നെ കേട്ടോ. എനിക്ക് 2-3 ടീഷർട്ട് വാങ്ങിട്ടാ. എനിക്ക് നീളമുള്ള ടോപ്പുകളൊക്കെ ഇടുമ്പോൾ എനിക്ക് ചൂടെടുക്കുക കണ്ണേട്ടാന്ന് പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ വാങ്ങി തന്നതാണ് കേട്ടോ. ഈ ഒരു ടീഷർട്ട് കാണില്ല, ഈ ഒരു ടീഷർട്ട്, പിന്നെ അതേപോലെ ഈ ഒരു ടീഷർട്ട്, പിന്നെ അതേപോലെ ഒരു ടീഷർട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് പാന്റ് നോക്കിയപ്പോൾ എനിക്ക് നല്ലതൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല, അപ്പൊ ഞാൻ പാന്റ് ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ വേറൊരു ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടീഷർട്ടിന് ഞാൻ പാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ ഇന്നലെ അത് ഇട്ടിട്ട് അത് കഴുകിയിട്ടേക്ക്. അപ്പൊ ഞാനിത് ഇവിടെയോ ആ ടീഷർട്ടും ആ പാന്റും ഞാൻ ഇവിടെ കൊടുക്കണ്ട കേട്ടോ. നല്ല അടിപൊളി ടീഷർട്ടും പാന്റും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഞാൻ അത് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കണ്ട്. പിന്നെ ഞാൻ അടുത്തത് ഇത് ഇതേപോലെ കണ്ണേട്ടൻ ടീഷർട്ടുകൾ വാങ്ങുമ്പോൾ നേരത്തെ ഞാനൊരു ബ്ലാക്ക് കാണിച്ചു തന്നില്ലേ, അപ്പൊ അതേപോലെ കണ്ണേട്ടൻ വാങ്ങുമ്പോൾ എനിക്കായിട്ട് വാങ്ങിയത് തന്നെ കേട്ടോ. കണ്ണേട്ടൻ എനിക്കായിട്ട് വാങ്ങിയ ഒരു ടീഷർട്ട്. മറ്റേ ബ്ലാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണം പറഞ്ഞിട്ട് കണ്ണേട്ടന് ഒരെണ്ണം കറുപ്പുണ്ടല്ലോ, അപ്പൊ എനിക്ക് അത് തായോ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയത്. ഇത് കണ്ണേട്ടൻ വാങ്ങുമ്പോൾ എനിക്ക് ഒരെണ്ണം വാങ്ങിയതാണ് ഈ ടീഷർട്ട്. അടിപൊളി ടീഷർട്ട്, ഇത് ഞാൻ വീട്ടിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഇതേപോലെ ഓണത്തിനോ വിഷുവിനോ ഏട്ടൻ വാങ്ങി തന്നത്, കണ്ണേട്ടന്റെ ഏട്ടൻ വാങ്ങി തന്ന ചുരിദാർട്ടാ. ഇതിന്റെ ടോപ്പും ഷാളും ഒക്കെ അലമാരിയിൽ എവിടെയും ഉണ്ട്, ഇപ്പൊ ഇത് മാത്രം കയ്യിലുള്ളൂ. അലമാരിയിലുണ്ട്. അപ്പോ ഈ ഒരു ടോപ്പ്. പിന്നെ ഇത് മറിഞ്ഞിട്ടിരിക്കുന്നു. ഇത് ഇതേപോലെ ചിന്നുവിന്റെ ഡ്രസ്സാട്ടോ. അവൾക്ക് ഇത് എന്റെ ഒരു റോസ് കുറച്ച് അപ്പഴേ കാണിച്ചെന്നില്ലേ, അതേ ഒരു മോഡല് അത്ര ഇവിടം കൊണ്ടൊക്കെ അതേപോലെ തോന്നും. പിന്നെ തുണിയും അതേപോലെ തന്നെ തോന്നും കേട്ടോ. അങ്ങനെ അങ്ങനത്തെ ഒരു ടോപ്പാണ് കേട്ടോ. അപ്പൊ ഈ ടോപ്പ് അവള് ഒരു വട്ടം ഒന്നോ രണ്ടോ വട്ടം ഇട്ടു പറഞ്ഞു വിട്ടപ്പോ പിന്നെ അവൾക്ക് ഇത്തിരി ടൈറ്റ്, പിന്നെ അവൾക്ക് അത് ടൈറ്റ് പോലെ തോന്നി. അങ്ങനെ എന്തോ വേണ്ട നീ എടുത്തോ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് തന്ന ടോപ്പാണ് കേട്ടോ ഈ ടോപ്പ്. ഇത് ഞാൻ ആകെ 2 വട്ടം തന്നെ ഇട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. താഴെ ഇങ്ങനെ വർക്ക് കൂടി ഉണ്ട് കേട്ടോ, കയ്യില് ഇങ്ങനെ വർക്ക്. പിന്നെ അത് ഇത്തിരി ചുളിഞ്ഞു, നമ്മുടെ കോട്ടന്റെ ആയ കാരണം മടക്കി വെച്ചതിന്റെ ഒരു ഗുണം കാരണം അത് ചെറുതായിട്ട് ചുളിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇത് ഇതേപോലെ തറവാട്ടിത്തെ ചേച്ചി തന്നതാട്ടോ. തറവാട്ടിത്തെ ചേച്ചി എന്ന് പറയണത് എൻ്റെ ഏട്ടന്റെ ഭാര്യ, അതായത് എൻ്റെ ഏടത്തിയമ്മയാണ്. ഇപ്പൊ ഞാൻ 2-3 പറഞ്ഞു തറവാട്ടിത്തെ ചേച്ചി അന്നാണെന്ന് പറഞ്ഞു. അപ്പോ എന്താ പറയാ, അത് എൻ്റെ തറവാട്ടിത്തെ ഏട്ടന്റെ ഭാര്യ, അതായത് എൻ്റെ ഏടത്തിയമ്മ തന്നത് കേട്ടോ. ചിന്നു എന്നൊക്കെ പറയണെങ്കിൽ കേൾക്കുമ്പോൾ മനസ്സിലായി, ചിന്നു എന്ന് പറയണത് എന്റെ സ്വന്തം ചേച്ചിനെ. ഞാൻ അവളെ ചേച്ചിന്ന് അങ്ങനെ വിളിച്ചിട്ടില്ല. ചിന്നു ചിന്നു വായിൽ അത് ചെറുപ്പം മുതലേ ഞാൻ അവളുടെ ഒരു എനിക്ക് ബുദ്ധി വെച്ച് വരുന്ന സമയത്ത് അവളെല്ലാവരും ചിന്നു ചിന്നു എന്ന് വിളിക്കുക. അപ്പൊ പിന്നെ ഞാൻ ആ ഒരു വിളി അങ്ങോട്ട് ശീലിച്ചു. പിന്നെ ചേച്ചീനൊന്നും അങ്ങനെ വിളിക്കലില്ല. പക്ഷെ വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അതിന്റെ ചേച്ചിയാണ്, അല്ലെങ്കിൽ ഇന്റെ ചേച്ചിയുടെ വീട് അവിടെയാണ്, അങ്ങനെ പറയുമ്പോ ഞാൻ ഇന്റെ ചേച്ചിന്ന് പറയണ്ട. അല്ലാത്തപ്പോ ചിന്നു ചിന്നു എന്ന് വിളിക്കാറ്. ഞാൻ പൊന്നും അവള് ചിന്നും അങ്ങനെയാണ് ഞങ്ങളുടെ വിളിപ്പേര്. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ വീഡിയോസിൽ ചിന്നു എന്ന് പറഞ്ഞത് എന്റെ സ്വന്തം ചേച്ചിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അവള് തന്നത്, ചിന്നു തന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് എന്റെ ഏട്ടന്റെ ഭാര്യ തന്നത് ഈ ഒരു ടോപ്പ്. ഇതും നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ട് ഉള്ളത് കേട്ടോ. ഈ ഒരു ടോപ്പും ഇതിനൊരു പാൻറ്റും, ഇത് മറച്ച് വെച്ചേക്കാണ്, ഒതുക്കിയേക്കണം. പിന്നെ അതിനൊരു അടിപൊളി വർക്കുള്ള ഒരു ഷോളും. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ആര് തന്നാൽ ഞാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വാങ്ങും. കാരണം എനിക്ക് അങ്ങനെ സിമ്പിൾ ഡ്രസ്സിനോടൊക്കെയാണ് ഇഷ്ടം. പക്ഷെ വലിയ കല്യാണങ്ങളും വലിയ ഫംഗ്ഷനുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എനിക്ക് വർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇടണമെന്ന് ആഗ്രഹം ഇല്ലാന്ന് ഞാൻ പറയണില്ല കേട്ടോ. പക്ഷെ കൂടുതലും ഈ സിമ്പിളായിട്ട് പോയി വരുന്ന ഓരോ പരിപാടികൾക്കൊക്കെ എനിക്ക് അത്രയും സിമ്പിളായിട്ട് പോയി പോരാനാണ് എനിക്ക് ഇഷ്ടം. ഇപ്പൊ കുറച്ച് ടീഷർട്ടുകളൊക്കെ വാങ്ങിയപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്തിരി മുഷിവ് എന്നല്ല, ഇത്തിരി നിറമൊക്കെ മങ്ങിയിട്ടുള്ള കുറച്ച് ടോപ്പൊക്കെയാണ് ഇത്, ഈ 2 ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടിട്ട് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇതും അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞൊരു ടോപ്പാണ് കേട്ടോ. എനിക്ക് വീട്ടിൽ യൂസ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഇതിന്റെ പാന്റ് ഉണ്ടാണ്, പാന്റൊക്കെ എനിക്ക് കീറിപ്പോയി. ഈ ടോപ്പ് വീഡിയോയിൽ കാണുമ്പോൾ അത് എങ്ങനെ നന്നായി കാണുമോ എനിക്ക് അറിയില്ല, പക്ഷെ ഇത് നല്ല ഇതായിട്ടുണ്ട്. നൂലൊക്കെ ഒരുപാട് നിരച്ച പോലെ നൂലൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണും തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോ ഇത് ഞാന് ഇത് കേട് വന്നു. പിന്നെ അതേപോലെ ഇതൊക്കെ ഞാൻ ഇട്ടെറിഞ്ഞാണ് കേട്ടോ. ഈ ഒരു
ഇതും എൻ്റെ ഫ്രണ്ട് ഇതാണ്, സോറി. ഇതൊക്കെ കേട് വന്നു തുടങ്ങി. അതിലെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നോർമൽ ഇത് നമുക്ക് കാണുമ്പോൾ നിറമൊക്കെ മങ്ങി നരയ്ക്കാന്ന് പറയില്ലേ, അങ്ങനെ വന്നിട്ടുള്ള ടോപ്പുകളുണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ കണ്ണേട്ടനോട് 2 ടീഷർട്ട് വാങ്ങിത്തായോ, എൻ്റെ ടീഷർട്ടുകളൊക്കെ കേട് വന്നു പറഞ്ഞപ്പോൾ വാങ്ങി തന്ന 2 ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് രണ്ടും പഴയത്. പിന്നെ അതേപോലെ ഇവിടെ ഇരിക്കണത് എൻ്റെ മാക്സി. അവിടെ വെച്ചാ അമ്മ ഇപ്പൊ ഇത് കഴിഞ്ഞ കഴിക്കാം. അയ്യോ വള്ളി ഇങ്ങോട്ട് വന്നു, വള്ളി ബാക്കിലേക്കില്ല കെട്ടണത്. ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇതേപോലെ ഇത് ഓൺലൈനിൽ വാങ്ങിയതാണോ? ഓൺലൈനിൽ വാങ്ങിയതാ, അത് ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത് വന്നിരുന്നേക്ക ഞാൻ എന്താ ചെയ്യണെന്ന് നോക്കാൻ വേണ്ടിട്ട്. ഇത് ഇതേപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇത് ചുരിദാർ മാക്സി പറഞ്ഞിട്ട്, ചുരിദാറിന്റെ നൈറ്റി, ചുരിദാർ മോഡല് നൈറ്റി പറഞ്ഞിട്ട് അങ്ങനെ കണ്ടപ്പോ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. പിന്നെ ഇതും ഞാൻ യൂസ് ചെയ്യണത് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു 2 ജോഡി ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഒരു നീല അതേപോലെ വാങ്ങിയിട്ടുള്ള ഒരു ടീഷർട്ട് മോഡല്, അതും പിന്നെ അതിന് ഞാൻ മാച്ചായിട്ട് അതിന് ഞാൻ ബ്ലാക്ക് ഒരു ലെഗിനാണ് ഇടാറ്. അപ്പൊ അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അത് ഞാൻ അലക്കിട്ടേക്കാണ്. അപ്പൊ അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെ അതേപോലെ വേറൊരു ഡ്രസ്സും കൂടി ഉണ്ട്, അതും അലക്കിട്ടേക്കാണ്. കാരണം ഇന്നലെ അലക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ കിടന്ന് ഓരോ ഡയലോഗ് പറയാണ്. അപ്പൊ ഇന്നലെ ഇവരെന്താ 2 ചേച്ചിമാരും മാറി മാറി വിളിക്കുന്നു. ചിന്നു വിളിച്ചു, അത് കഴിഞ്ഞ് സുചേച്ചി വിളിക്കണു. അപ്പൊ എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ നിങ്ങൾ എന്നാ ഈ വീഡിയോ കാണുക. അപ്പോ വേറൊരു ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാന് ആ ഡ്രസ്സിന്റെ ഒരു കഥയും കൂടി പറയാണ്ട്. ആ ഡ്രസ്സ് ഞാൻ അവസാനത്തെ ആ ഡ്രസ്സും കൂടി പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോ. ആ ഡ്രസ്സും കൂടി ഉള്ളോട്ടോ. ആ ഡ്രസ്സിന് അതിനൊരു കഥ ഉണ്ടെന്ന് പറയാൻ കാരണം, ഒരു കള്ളി ഷെയ്ഡ് ഡ്രസ്സ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണയുടെ കല്യാണത്തിന്റെ മുന്നേ എനിക്ക് വാങ്ങി തന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ആ ഡ്രസ്സും പിന്നെ അതിന്റെ ഒപ്പം ഒരു 2 ജോഡിയും കൂടി വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ കല്യാണം കഴിയാൻ 4 വർഷമായില്ലേ. പക്ഷെ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം കണ്ണയുടെ വാങ്ങി തന്നിട്ടുള്ള 2 എനിക്ക് കേട് വന്നു, കീറി അങ്ങനെ കേട് വന്നു കേട്ടോ. ഇത് നല്ല തുണിയായ കാരണം, നല്ല കട്ടിയുള്ള ഒരു തുണിയായ കാരണം അങ്ങനെ വന്നു. അപ്പൊ ഇത് കല്യാണത്തിന്റെ മുന്നേ എനിക്ക് കണ്ണേട്ടൻ വാങ്ങി തന്നുള്ള ഡ്രസ്സാണ് കേട്ടോ. അന്ന് ടോപ്പ് മാത്രമേ അന്ന് വാങ്ങിട്ടാന്നുള്ളൂ. പിന്നെ വേറെ 2 ജോഡിയും കൂടി വാങ്ങിട്ടായിരുന്നു. അതിന് ഇതേപോലെ ടീഷർട്ടും കുഞ്ഞ ടോപ്പും എന്താ പറയാ, പാട്ടിയാല മോഡൽ പാന്റും 2 ടോപ്പും കുഞ്ഞ ടോപ്പുകൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടോപ്പും, അങ്ങനെ 3 സെറ്റ് എന്ന് പറഞ്ഞില്ല, 2 ജോഡി ഡ്രസ്സും പിന്നെ ഈ ഒരു ടോപ്പാണ് കല്യാണത്തിന് മുന്നേക്ക് കണ്ണേട്ടൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണേട്ടൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വാങ്ങിയിട്ട് കൂടാണ്ട് കണ്ണേട്ടൻ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ഡ്രസ്സിൽ ഇപ്പോൾ ഈ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ടോപ്പ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കണ്ട്. പിന്നെ ഇന്റെ ഡ്രസ് കളക്ഷൻ ഇതൊക്കെയാണ്. ഭാവിയിൽ ഒരുപാട് ഡ്രസ്സുകളൊക്കെ വരട്ടെ. അപ്പൊ നമുക്ക് ഡ്രസ് കളക്ഷന്റെ വീഡിയോ എടുക്കാലോ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ഡ്രസ്സ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ പൂരം വരാൻ പോയി, ചെനക്കത്തൂര് പൂരം വരും. അപ്പൊ പൂരത്തിന് എന്തായാലും ഇവിടെ മസ്റ്റ് പൂരത്തിന് എന്തായാലും ഡ്രസ്സ് എടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബായ് പറയാനായിട്ടില്ല. ഇങ്ങോട്ട് വായാമ്മയുടെ കുട്ടി മടിയിലിരിക്കും. അയ്യോ വീഴും. അമ്മ ഇത്ര നേരം അമ്മേനെ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചു. നല്ല കുട്ടിയാണ് ഞാൻ. നിനക്ക് അമ്മ പറയട്ടെ. എന്നിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.